വേഗം ചെന്ന് നിലവിളക്ക് എടുത്തിട്ട് വാ. ആകാശിനെയും ചാരുവിനെയും വലുതുകാൽ വെച്ച് അകത്തേക്ക് കയറ്റേണ്ടത് അമ്മയല്ലേ? അശ്വതി, നീ ആരോടാ നിലവിളക്ക് എടുക്കാൻ പറഞ്ഞത്? അതിനിപ്പോ എന്ത് അവകാശമുള്ളത്? അവകാശം ഉണ്ടായിരുന്നു ഇന്നലെ വരെ, ഇപ്പൊ അതില്ല. വിളക്കെടുത്ത് ചാരുവിന്റെ കൈ കൊടുത്ത് അവളെ ഈ തറവാടിന്റെ മരുമകളായി അകത്തേക്ക് കയറ്റുമ്പോ മനസ്സിൽ 1000 പ്രാർത്ഥനകളോടെയും അനുഗ്രഹത്തോടെയും ആയിരിക്കണം. മനസ്സ് നിറയെ വെറുപ്പും ദേഷ്യവും കൊണ്ടു നടക്കുന്ന ഇവൾ ചാരുവിന് വിളക്കെടുത്ത് കൊടുക്കണ്ട. അശ്വതി, നീ വിളക്കെടുത്ത് കൊടുത്താൽ മതി. ബാലമാമ, അമ്മായിയല്ലേ വിളക്കെടുക്കേണ്ടത്? അമ്മായോട് ഇനിയിപ്പോ ദേഷ്യമൊന്നും കാണിക്കരുത്. വേണ്ട ചാരുമോളെ, നീ ഒന്നും പറയണ്ട. നിനക്കിവളെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. അശ്വതി, നീ ചെല്ല്. അനു വാ. ആകാശേ, നീ എന്താ തനിച്ചു പോകുന്നത്? ചാരുമോളുടെ കൈ പിടിച്ച് ഒരുമിച്ച് വേണം പോകാൻ. എണ്ണ കളയാൻ നോക്കണേ മോളെ. ഗോവിന്ദമാമ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എപ്പോഴും വന്നു മോളെ. ഞാനല്ല ഇതൊക്കെ ആരാ ചെയ്യുന്നേ? വേഗം ചെല്ലു മോളെ. ആ, വലതുകാലി വെച്ച് കയറുമോളെ. ഞാൻ ആഗ്രഹിച്ചതുപോലെ നീ ഈ വീട്ടിൽ മരുമകളായി വന്നു. മനസ്സിലെ വിഷമെല്ലാം മാറും. കാലത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്? അമ്മയടുത്തുനിന്ന് ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ല. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചപ്പം ഈ തറവാട്ടിനെ കുറിച്ച് ഓർത്തോ? അച്ഛനെ കുറിച്ചെങ്കിലും ഓർക്കണമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ചു വന്ന് നിൽക്കുന്ന അച്ഛന്റെ മനസ്സിനെ കുറിച്ച് അമ്മ ചിന്തിക്കണമായിരുന്നു. അരവിന്ദേട്ടൻ ഇത്രയും വലിയ ചതിയനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ എനിക്ക് നിങ്ങൾ അമ്മേന്ന് വിളിക്കാൻ പോലും നാണാവുക. എന്നോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം നിനക്ക് എവിടുന്നാണ് കിട്ടിയേ? തിന്നുന്ന ചോറില് വിഷം കലർത്തി തരാൻ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ടല്ല. എന്റെ മനസ്സിലുണ്ടായിരുന്ന നീറ്റലിന് മുന്നിൽ നീയൊക്കെ ഒന്നുമല്ല. ഇറങ്ങി പോടി, പോകാൻ പോടി. എന്താണ് നോക്കണേ?
ചാരുമോളെ ചെന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേ. ഇല്ല ബാലമാമ, എല്ലാവരുടെയും ആഗ്രഹത്തോടെയും അനുഗ്രഹത്തോടെയാണ് ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ വിളക്കൊളുത്തി പ്രാർത്ഥിക്കുന്നതിന് ഒരർത്ഥം ഉണ്ടായിരുന്നേനെ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ.